ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്ന് നമ്മൾ 10th മെയിൻസ് ഹോട്ട് ടോപ്പിക്കിൽ സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് എന്ന ടോപ്പിക്കാണ് ചെയ്യുന്നത്. കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് OA എക്സാമിനടക്കം ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ് അല്ലേ. ഒരു മാച്ച് ദ ഫോളോയിങ് ചോദ്യമായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ ചോദ്യം കൂടി നമുക്ക് കാണാം. ആദ്യം ആ ചോദ്യത്തിലേക്ക് പോവാം, എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഇതാണ് ചോദ്യം. ചേരുംപടി ചേർക്കുക. ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം. ഇത് മാച്ച് ചെയ്യാനാണ് തന്നിട്ടുള്ളത്. ഇത് നമ്മൾ പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അല്ലേ. അപ്പോൾ സൈബർ ടെററിസം എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് അറിയാമായിരിക്കും. സൈബർ ടെററിസം എന്ന് വെച്ചാൽ എന്താണ്? ദേശസുരക്ഷയെ ബാധിക്കുന്നതാണെന്ന്. ആ രീതിയിൽ ആ ഒരു ഓപ്ഷൻ കിട്ടും. പക്ഷേ ബാക്കിയുള്ളതൊന്നും നമുക്ക് പഠിക്കാതെ കിട്ടില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ചോദ്യം ഷുവറാണ്. അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഈ സൈബർ ക്രൈംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം സൈബർ ലോസും പഠിക്കാം. എന്നിട്ട് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. ആദ്യം എന്താണ് സൈബർ ക്രൈംസ് എന്ന് നോക്കാം. കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടർ ശൃംഖലകളെയും അതുപോലെ മൊബൈൽ ഫോണിനെയും ഒക്കെ ലക്ഷ്യമിട്ട് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിനെയും മൊബൈൽ ഫോണിനെയും ഒക്കെ ലക്ഷ്യമിട്ട് ചെയ്യുന്ന ക്രൈംസാണ് സൈബർ ക്രൈംസ്. ഈ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മോഷണം, വഞ്ചന, വ്യാജരേഖ ചമച്ചുകൊണ്ടുള്ള ഓൺലൈൻ രൂപങ്ങൾ, ഇവയുടെയൊക്കെ ഓൺലൈൻ രൂപങ്ങളും അതുപോലെ തന്നെ വ്യക്തിവിവരങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത്, സൈബർ ആക്രമണങ്ങൾ, അശ്ലീല ചിത്രങ്ങളുടെ പ്രചരണം എന്നിവയെല്ലാം സൈബർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്തൊക്കെയാണ്? മോഷണം, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ എന്നിവയുടെയൊക്കെ ഓൺലൈൻ രൂപങ്ങളും അതുപോലെ തന്നെ വ്യക്തിവിവരങ്ങളുടെ മോഷണം, ദുരുപയോഗം ചെയ്യൽ, സൈബർ ആക്രമണങ്ങൾ, അശ്ലീല ചിത്രങ്ങളുടെ പ്രചരണം ഓൺലൈൻ വഴി പ്രചരിപ്പിക്കുന്നത് എല്ലാം ഈ സൈബർ ക്രൈമിൽ പെടുന്നതാണ്. ഇനി ഓരോ സൈബർ ക്രൈം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം ഹാക്കിങ്ങിനെ കുറിച്ച് നോക്കാം. ഹാക്കിങ്ങിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? അനധികൃതമായി മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയോ അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയോ ചെയ്തിട്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളെയോ അല്ലെങ്കിൽ അതിനുള്ള ഡേറ്റകളെയോ ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയെയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത് അല്ലേ. അനധികൃതമായിട്ട് മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ പ്രവേശിക്കുകയും അതിൻ്റെ നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കുകയും അതുപോലെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളുടെയും ഡേറ്റകളെയും ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി കമ്പ്യൂട്ടറിൻ്റെയും കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെയൊക്കെ സ്വാഭാവിക പ്രവർത്തനങ്ങൾക്കൊക്കെ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഹാക്ക് ചെയ്യുന്ന ആളെയാണ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഹാക്കേഴ്സ് 3 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്, ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് ഉണ്ട്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹാക്കേഴ്സും 3 രീതിയിലാണ്. എങ്ങനെയാണ്? വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുമ്പം അവർ എത്തിക്കൽ ഹാക്കേഴ്സാണ്. എന്താണ് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുമ്പം? നല്ല ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അവർ ഹാക്ക് ചെയ്യുന്നത്. അതായത് കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സുരക്ഷാ പരിശോധന, അവയുടെ ദുർബലത അതൊക്കെ കണ്ടുപിടിച്ച് പരിഹരിക്കുക, അങ്ങനെ ഒരു സതുദ്ദേശത്തോട് കൂടിയിട്ടാണ് ഇങ്ങനെയുള്ള വൈറ്റ് ഹാക്കേഴ്സ് അല്ലെങ്കിൽ എത്തിക്കൽ ഹാക്കേഴ്സ് ഹാക്ക് ചെയ്യുന്നത്. ഇനി ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നേരെ തിരിച്ചാണ്. അതായത് നിയമവിരുദ്ധമായിട്ടുള്ള ഹാക്കേഴ്സാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. നിയമവിരുദ്ധമായിട്ടുള്ള ഹാക്കേഴ്സാണ്. അതായത് ദുരുദ്ദേശത്തോട് കൂടിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഹാക്ക് ചെയ്യുന്നത്. അതായത് വിവരങ്ങൾ മോഷ്ടിക്കാൻ വേണ്ടിയിട്ടും സിസ്റ്റം തകരാറിലാക്കാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ട്, അങ്ങനെയുള്ള ദുരുദ്ദേശത്തോട് കൂടിയിട്ടുള്ള ഹാക്കേഴ്സാണ് ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ നമ്മുടെ ഈ വൈറ്റ് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെയും ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സിൻ്റെയും ഒരു ഹൈബ്രിഡ് ആണെന്ന് നമുക്ക് പറയാം. അതായത് ചില അവസരങ്ങളിൽ അവർ സതുദ്ദേശത്തോട് കൂടിയിട്ടും മറ്റ് ചില അവസരങ്ങളിൽ ദുരുദ്ദേശത്തോട് കൂടിയിട്ടും ഒക്കെ ആയിരിക്കും ഹാക്കിങ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവരെയാണ് എന്ത് പറയുക? ഗ്രേ ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഹാക്കിംഗ് എന്താണെന്ന് പഠിച്ചു, 3 ടൈപ്പ് ഹാക്കേഴ്സിനെ കുറിച്ചും പഠിച്ചു. ഇത് ക്ലിയർ ആയല്ലോ? അടുത്ത ടൈം നോക്കാം. ഫിഷിംഗ് ആണ്. സ്പെല്ലിംഗ് എന്താ? PHISHING ആണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇപ്പോൾ ജസ്റ്റ് കാണിച്ച ആ ഒരു ചോദ്യത്തിൽ ഫിഷിംഗ് ഒരു ഓപ്ഷനായിരുന്നു. അപ്പോൾ എന്താണ് ഫിഷിംഗ്? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറയാം, ശ്രദ്ധിച്ചോളൂ. മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങൾ എന്നിവ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. നമ്മൾ മീൻ പിടിക്കുമ്പോഴേ ചൂണ്ടയിടുമ്പോൾ മീനിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ഇവിടെ തീറ്റയുണ്ട് എന്ന് പറഞ്ഞിട്ടല്ലേ. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരാളുടെ യൂസർ നെയിമും പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളൊക്കെ നമ്മൾ ആൾമാറാട്ടം നടത്തി അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അടിച്ചെടുക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഫിഷിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത പോയിന്റ് വരാം. ക്രാക്കിംഗ്. എന്താണ് ക്രാക്കിംഗ്?
മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് അവിടെയുള്ള വിലപിടിപ്പുള്ളതും അതുപോലെ രഹസ്യമായിട്ടുള്ള രേഖകളും വിവരങ്ങളും സോഫ്റ്റ്വെയറും ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്നു ചെന്നുകൊണ്ട് അവിടെയുള്ള അതിനകത്തുള്ള വിലപിടിപ്പുള്ളതും രഹസ്യമായിട്ടുള്ള എല്ലാ രേഖകളും അതുപോലെ തന്നെ വിവരങ്ങളും ആ കമ്പ്യൂട്ടറിൻ്റെ സോഫ്റ്റ്വെയറുകളും ഒക്കെ നശിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പം നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഹാക്കിംഗ് പഠിച്ചു, ഫിഷിംഗ് പഠിച്ചു, ക്രാക്കിംഗ് പഠിച്ചു. അടുത്തത് സൈബർ ബുള്ളിംഗ് ആണ്. സൈബർ ഭീഷണി, അതായത് ഒരാളെക്കുറിച്ച് നെഗറ്റീവായിട്ടോ അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ളതോ തെറ്റായിട്ടുള്ളതോ ആയ വിവരങ്ങൾ അല്ലെങ്കിൽ ഉള്ളടക്കങ്ങൾ എന്നിവ മറ്റൊരാൾക്ക് നമ്മൾ അയച്ചു കൊടുക്കുകയാണ്, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്, മറ്റെവിടെയെങ്കിലും സോഷ്യൽ മീഡിയാസിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അത് ഷെയർ ചെയ്യുകയാണ്. അങ്ങനെയൊക്കെ അതിന് വേണ്ടിയിട്ട് സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്നതിനെയാണ് സൈബർ ഭീഷണി അല്ലെങ്കിൽ സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സെലിബ്രിറ്റീസ് ഒക്കെ പറയുന്നത് കേൾക്കാറില്ലേ, അവർ സൈബർ ബുള്ളിങ്ങിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ. എന്താണ് അവരെക്കുറിച്ചുള്ള നെഗറ്റീവ് അല്ലെങ്കിൽ ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോസ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സ് അതിനെയാണ് എന്ത് പറയുന്നത്? സൈബർ ബുള്ളിംഗ് എന്ന് പറയുന്നത്. അടുത്തത് സൈബർ സ്റ്റാൽക്കിംഗ്. എന്താണ് സൈബർ സ്റ്റാൽക്കിംഗ്? സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. സൈബർ സ്റ്റാൽക്കിംഗ് ആണ് ഇൻ്റർനെറ്റ്, ഇമെയില്, ഫോൺ കോള് അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാമറ, വെബ്സൈറ്റ്, വീഡിയോസ് എന്നിവയൊക്കെ ഉപയോഗിച്ച് നടത്തുന്ന ഭീഷണിയെയാണ് സൈബർ സ്റ്റാൽക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർനെറ്റിലൂടെയോ അല്ലെങ്കിൽ ഇമെയിൽ ഉപയോഗിച്ചോ ഫോൺ കോളിലൂടെയോ ടെക്സ്റ്റ് മെസ്സേജിലൂടെയോ വെബ് ക്യാമറ അതുപോലെ വെബ്സൈറ്റ്, വീഡിയോ എന്നിവയൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഭീഷണി അതിനെയാണ് സൈബർ സ്റ്റാൽക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തത് കണ്ടോ, സൈബർ സ്ക്വാട്ടിംഗ്. ഇത് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മാറിപ്പോവും. അപ്പോൾ സൈബർ സ്റ്റാൽക്കിംഗ് എന്നുള്ളത് നമ്മൾ ആലോചിക്കുക. സ്റ്റാൽക്കിങ്ങിൻ്റെ സ്പെല്ലിംഗ് കണ്ടോ, അതിലൊരു ടോക്ക് എന്നൊരു വാക്കുണ്ട് അല്ലേ, എന്താണ്? സംസാരം. അപ്പോൾ നമ്മൾ അങ്ങനെ കണക്ട് ചെയ്യാം. ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോളിലൂടെയൊക്കെ നമ്മളെ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ ആ ഫോൺ കോളിനോടൊപ്പം എന്തുകൂടി കണക്ട് ചെയ്യാം? ഇൻ്റർനെറ്റ്, ഇമെയിൽ, ഫോൺ കോള്, ടെക്സ്റ്റ് മെസ്സേജ്, വെബ് ക്യാമറ, വീഡിയോ എന്നതിലൂടെയൊക്കെ നമ്മളെ ഭീഷണിപ്പെടുത്താണ്, ടോക്ക് ചെയ്ത് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. അതാണ് സ്റ്റാക്കിംഗ്, സൈബർ സ്റ്റാക്കിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സൈബർ സ്ക്വാട്ടിങ്ങിലേക്ക് വരാം. എന്താ സൈബർ സ്ക്വാട്ടിങ്? പ്രശസ്തമായിട്ടുള്ള വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നെയിമിന് സാദൃശ്യമായിട്ടുള്ള ഡൊമൈൻ നെയിംസ് സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിച്ച് സാമ്പത്തിക ലാഭം നടത്തുന്നതിനെയാണ് എന്ത് പറയുന്നത്? സൈബർ സ്ക്വാട്ടിംഗ് എന്ന് പറയുന്നത്. ഇമെയിലിന് 2 പാർട്ട് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അതിൽ ഡൊമൈൻ നെയിം എടുക്കും. ആ ഡൊമൈൻ നെയിമിന് സാദൃശ്യമായിട്ടുള്ള ഡൊമൈൻ നാമം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ, കൺസ്യൂമേഴ്സിനെ പറ്റിച്ച് സാമ്പത്തിക ലാഭം നേടുന്ന പ്രോസസ്സാണ്, ആ ഒരു ക്രൈമാണ് സൈബർ സ്ക്വാട്ടിംഗ്. സൈബർ ടെററിസം അത് പിന്നെ നമുക്ക് ഒരുവിധം കണക്ട് ചെയ്യാവുന്നതാണ്. എന്താണ്? രാജ്യത്തിൻ്റെ പരമാധികാരം, സുരക്ഷ, ഏകത എന്നിവയ്ക്കൊക്കെ എതിരെ സൈബർ സാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പ്രവർത്തനത്തിനെയാണ് എന്ത് പറയുന്നത്? സൈബർ ടെററിസം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താണ്? ദേശീയ സുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനത്തിന് നമുക്ക് എന്ത് പറയാം? സൈബർ ടെററിസം എന്ന് പറയാം. ഓക്കെ, രാജ്യത്തെ ബാധിക്കുന്ന കാര്യമാണത്. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാം. സൈബർ പോണോഗ്രഫി. എന്താണ് സൈബർ പോണോഗ്രഫി എന്ന് പറഞ്ഞാൽ? പോണോഗ്രഫി നമുക്കറിയാം അല്ലേ, അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവ ഇൻ്റർനെറ്റ്, മൊബൈൽ എന്നിവ വഴി പ്രചരിപ്പിക്കുന്നതിനെയാണ് സൈബർ പോണോഗ്രഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ഒന്നാണ് സൈബർ ഫോർജറി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വയ്ക്കുക. എന്താണ്? കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിൻ്റർ എന്നിവയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃത്രിമമായിട്ട് കറൻസികൾ, അതുപോലെ പോസ്റ്റൽ സ്റ്റാമ്പുകൾ, മാർക്ക് ലിസ്റ്റുകൾ എന്നിവയൊക്കെ കൃത്രിമമായിട്ട് നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ, സ്കാനർ, പ്രിൻ്റർ എന്നിവയുടെ സഹായത്തോടു കൂടിയിട്ട് കൃത്രിമ കറൻസികൾ, പോസ്റ്റൽ സ്റ്റാമ്പ്, മാർക്ക് ലിസ്റ്റ് എന്നിവയൊക്കെ നിർമ്മിക്കുന്ന രീതിയാണ് സൈബർ ഫോർജറി. ഈ ഭാഗം യൂഷ്വലി എല്ലാവരും സ്കിപ്പ് ചെയ്യാണ് ചെയ്യാറ്, കാരണം ഇത്രയും ടേംസ് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ സൈബർ സ്റ്റാക്കിംഗ് പഠിച്ചതുപോലെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ തമ്മിൽ മാറിപ്പോവില്ല. അത് മാത്രമല്ല, ഇത് പഠിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാൽ നമുക്കത് മാറിപ്പോവാതെ ആ 1 മാർക്ക് നമ്മുടെ കയ്യിലിരിക്കും. ക്ലിയർ അല്ലേ? ഇനി അടുത്തത് സൈബർ വാൻഡലിസം എന്താണെന്ന് നോക്കാം. സൈബർ വാൻഡലിസം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഭാഗമോ മോഷ്ടിക്കുകയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് സൈബർ വാൻഡലിസം. കമ്പ്യൂട്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം മോഷ്ടിക്കുകയോ കമ്പ്യൂട്ടറിലെ ഏതെങ്കിലും ഒരു വിവരങ്ങൾ നശിപ്പിക്കുകയോ ചെയ്യുന്നതിനെയാണ് സൈബർ വാൻഡലിസം എന്ന് പറയുന്നത്. അടുത്തത് സൈബർ ഡിഫേമേഷൻ. എന്താണ് സൈബർ ഡിഫേമേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു വ്യക്തിക്കെതിരായിട്ടോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കെതിരായിട്ടോ ഒക്കെ തെറ്റായ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ഇമെയിലായിട്ടോ അല്ലെങ്കിൽ മൊബൈലിലോ തന്നെ നമ്മൾ പ്രചരിപ്പിക്കുക, അതുവഴി നമ്മൾ പ്രചരിപ്പിക്കുകയോ എവിടെയെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്ത് അവരെ അപകീർത്തിപ്പെടുത്തുന്ന ആ രീതിയിലുള്ള കുറ്റത്തെയാണ് എന്ത് പറയുക? സൈബർ ഡിഫേമേഷൻ എന്ന് പറയുന്നത്. ഇമെയിൽ വഴിയോ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൂടെയോ ഒക്കെ
തെറ്റായിട്ടുള്ള അല്ലെ അവരെ ഒരു വ്യക്തിയെയോ ഒരു കമ്പനിയെയോ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതാണ് സൈബർ ഡിഫമേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടേം എന്താണ്? വെബ് ഹൈജാക്കിംഗ് ആണ്. വെബ് ഹൈജാക്കിംഗ് എന്ന് വെച്ചാൽ എന്താണ്? വെബ് സെർവർ ഹാക്ക് ചെയ്തിട്ട് മറ്റൊരാളുടെ വെബ്സൈറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. വെബ് സെർവർ ഹാക്ക് ചെയ്തിട്ട് മറ്റൊരാളുടെ വെബ്സൈറ്റിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെയാണ് വെബ് ഹൈജാക്കിംഗ് എന്ന് പറയുന്നത്. വെബ് ഹൈജാക്കിംഗ്. അടുത്തൊരു ടൈം നോക്കിയേ, ഇമെയിൽ ബോംബിംഗ് എന്താണ്? ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലുള്ള കുറേ ഇമെയിലുകൾ തുടർച്ചയായിട്ട് അയക്കുന്ന പ്രവൃത്തി, അതാണ് ഇമെയിൽ ബോംബിംഗ്. ഒരു പ്രത്യേക ഇമെയിൽ വിലാസത്തിലേക്ക് ഒരേപോലുള്ള കുറേ ഇമെയിലുകൾ തുടർച്ചയായിട്ട് അയക്കുന്ന പ്രവൃത്തിയെയാണ് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. അതുപോലെ സലാമി അറ്റാക്ക്. എന്താണ് സലാമി അറ്റാക്ക്? അതായത് ഈ കമ്പ്യൂട്ടർ എക്സ്പേർട്സ് ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യമാണ്. ഓക്കെ, കമ്പ്യൂട്ടർ എക്സ്പേർട്ട്, അതായത് ഹാക്കേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ ഹാക്കേഴ്സ് എന്ത് ചെയ്യും? ബാങ്കുകളിൽ നടത്തുന്ന ഫിനാൻഷ്യൽ കുറ്റകൃത്യമാണ് സലാമി അറ്റാക്ക്. ഓക്കെ, സലാമി അറ്റാക്ക് ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈബർ ക്രൈം ആണെന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് ഡേറ്റ തെഫ്റ്റ്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ എന്താണ്? അനുവാദമില്ലാതെ ഒരു കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ CD-യോ DVD-യോ അല്ലെ പെൻഡ്രൈവോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് മാറ്റുക, അതാണ് ഡേറ്റ തെഫ്റ്റ്. അടുത്തത് ഡേറ്റ ഡിഡ്ലിംഗ് ആണ്. ഡേറ്റ ഡിഡ്ലിംഗ് എന്നാൽ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ അല്ലെങ്കിൽ നൽകുന്നതിന് മുൻപോ മനഃപൂർവ്വം അതിലെ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ്. എന്താണ്? കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുമ്പോഴോ അല്ലെങ്കിൽ നൽകുന്നതിന് മുൻപായിട്ടോ മനഃപൂർവ്വം അതിൽ ഡേറ്റയ്ക്ക് മാറ്റം വരുത്തുന്ന കുറ്റകൃത്യമാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി ഡീഫേസിംഗ് എന്ന് വെച്ചാൽ എന്താ? ഡീഫേസിംഗ് വെബ്സൈറ്റുകളുടെ ഹോം പേജ് എന്ന് വെച്ചാൽ നമ്മളൊരു വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ കാണുന്ന ആദ്യത്തെ പേജ്. അപ്പോൾ വെബ്സൈറ്റുകളുടെ ഹോം പേജ് നഷ്ടപ്പെടുത്തുകയും ഈ സൈറ്റ് തുറക്കുമ്പോൾ യഥാർത്ഥ ഹോം പേജിന് പകരം മറ്റേതെങ്കിലും പേജ് പ്രത്യക്ഷമാവുകയും ചെയ്യുന്ന ആ ഒരു അവസ്ഥ, അതിനെയാണ് ഡീഫേസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡീഫേസിംഗ്, ഫേസ് തന്നെ മാറ്റുക. അതായത് വെബ്സൈറ്റുകളുടെ ഹോം പേജ് മാറ്റിയിട്ട് പകരം മറ്റൊരു പേജ് പ്രത്യക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഡീഫേസിംഗ്. അടുത്തതാണ് ലോജിസ്റ്റിക് ബോംബ്. ലോജിസ്റ്റിക് ബോംബ് എന്നാൽ ഈ സോഫ്റ്റ്വെയറുകളിൽ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതായിരിക്കും, പക്ഷേ അത് അനുകൂല സാഹചര്യം വരുമ്പോൾ മാത്രമാണ് കമ്പ്യൂട്ടറിനെ ദോഷകരമായിട്ട് ബാധിക്കുന്നത്. അതാണ് ലോജിസ്റ്റിക് ബോംബ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോഫ്റ്റ്വെയറുകളിൽ മുൻകൂട്ടി ഉൾപ്പെടുത്തിയിട്ടുള്ളതും അനുകൂല സാഹചര്യത്തിൽ കമ്പ്യൂട്ടറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്ന കോഡുകളാണ് ലോജിസ്റ്റിക് ബോംബ്. ഇപ്പോൾ ഒരുപാട് സൈബർ ക്രൈംസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് സെക്രട്ടേറിയറ്റ് OAയുടെ ആദ്യ ഭാഗത്ത് കണ്ട ഒരു ചോദ്യത്തിലേക്ക് വരാം. ചേരുംപടി ചേർക്കുക. ഏതൊക്കെയുള്ളത്? ക്രാക്കിംഗ്, ഫിഷിംഗ്, സൈബർ സ്ക്വാട്ടിംഗ്, സൈബർ ടെററിസം. ഇത് 4 നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ക്രാക്കിംഗ് എന്താണ്? ക്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ദുരുദ്ദേശത്തോട് കൂടിയിട്ട് കമ്പ്യൂട്ടറിൽ അതിക്രമിച്ച് കയറിയിട്ട് അതിലെ വിവരങ്ങൾ നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. മറ്റൊരാളുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ അനധികൃതമായി കടന്ന് അതിലെ വിലപ്പെട്ടതും അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള രേഖകളും അല്ലെങ്കിൽ അതിലെ സോഫ്റ്റ്വെയറുകളും ഒക്കെ നശിപ്പിക്കുന്നതിനെയാണ് ക്രാക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ 1 എന്നുള്ളതിൻ്റെ ആൻസർ ഏതാ വരിക? D ആണ് കേട്ടോ. ഇനി അടുത്തത് ഫിഷിംഗ്. ഫിഷിംഗ് എന്താ നമ്മൾ പഠിച്ചു അല്ലേ? ഫിഷിങ്ങിൻ്റെ സ്പെല്ലിംഗ് എന്തായിരുന്നു? PHISHING ആണ്. എന്താണ് ഫിഷിംഗ് എന്ന് വെച്ചാൽ മറ്റൊരാളുടെ യൂസർ നെയിം, പാസ്വേഡ്, ക്രെഡിറ്റ് കാർഡ് വിശദാംശങ്ങളൊക്കെ നമ്മൾ ആൾമാറാട്ടം നടത്തി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്നതിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. അതീവ സുരക്ഷാ വിവരങ്ങൾ വ്യാജമാർഗത്തിലൂടെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുക. അപ്പോൾ ഓപ്ഷൻ C ആണ് ഫിഷിംഗ്. അടുത്തത് സൈബർ സ്ക്വാട്ടിംഗ്. എന്താണ് സൈബർ സ്ക്വാട്ടിംഗ് എന്നത്? എന്താ? പ്രശസ്തമായിട്ടുള്ള വെബ്സൈറ്റുകളുടെ ഡൊമൈൻ നെയിം, അതിന് സാദൃശ്യമായിട്ടുള്ള ഡൊമൈൻ നെയിം സൃഷ്ടിച്ചുകൊണ്ട് ഉപഭോക്താക്കളെ കബളിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൈബർ സ്ക്വാട്ടിങ്ങിൻ്റെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? വ്യാജ വെബ്സൈറ്റുകളും വിലാസങ്ങളും തയ്യാറാക്കുന്നത്. കറക്റ്റ് അല്ലേ? അടുത്തത് അപ്പോൾ ഓപ്ഷൻ A. ഇനി 4th വരുമ്പോൾ സൈബർ ടെററിസം. സൈബർ ടെററിസം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം, ദേശസുരക്ഷയ്ക്കെതിരെയാണെന്നറിയാം. ദേശസുരക്ഷയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തുന്ന പ്രവർത്തനം, അതാണ് സൈബർ ടെററിസം. രാജ്യത്തിൻ്റെ ഏകത, പരമാധികാരം, സുരക്ഷ എന്നിവയ്ക്കെതിരെ സൈബർ സാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പ്രവർത്തനമാണ് സൈബർ ടെററിസം. ഇവിടെ നമ്മുടെ ആൻസർ ഏതാ വരിക? ഓപ്ഷൻ B ആണ് കേട്ടോ. ഓപ്ഷൻ B ആണ് കറക്റ്റ് ആൻസർ. 1D, 2C, 3A, 4B എന്ന ഓപ്ഷൻ. ഓക്കെ, കറക്റ്റ് ആയല്ലോ. ഈ ഒരു ഭാഗം പഠിച്ചാൽ ആ മാർക്ക് നമ്മളുടെ കയ്യിലിരിക്കുന്ന ബോധ്യമായല്ലോ. ഇനി നമുക്ക് സൈബർ ലോസിലേക്ക് പോവാം. സൈബർ ലോസ് എന്നാൽ എന്താണ്? കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് എന്നിവയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട നിയമമാണ് സൈബർ നിയമം. സൈബർ നിയമത്തിനെ തന്നെയാണ് കമ്പ്യൂട്ടർ നിയമമെന്നും ഇൻ്റർനെറ്റ് നിയമമെന്നും ഒക്കെ പറയുന്നത്.
ഇന്ത്യയിൽ സൈബർ നിയമം പാസ്സാക്കിയത് 2000 ജൂൺ 9-നാണ്. എന്നാൽ അത് നിലവിൽ വന്നത് 2000 ഒക്ടോബർ 17-നാണ്. അപ്പോൾ ഈ 2000 ഒക്ടോബർ 17-ന് വന്ന സൈബർ നിയമത്തിൽ, അതായത് IT ആക്ട്, ഈ IT ആക്ട് നിലവിൽ വരുമ്പോൾ 13 ചാപ്റ്റേഴ്സ്, 94 പാർട്സ്, 4 ഷെഡ്യൂൾസ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അതത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതിനുശേഷം 2008 ഡിസംബർ 23-ന് ഇന്ത്യയിൽ ഈ സൈബർ നിയമം ഭേദഗതി ചെയ്തു. IT ആക്ട് ഭേദഗതി ചെയ്തു. ഈ ഭേദഗതി നിയമം നിലവിൽ വന്ന ഡേറ്റ് നോട്ട് ചെയ്ത് വയ്ക്കണം. 2009 ഒക്ടോബർ 27-നാണ് സൈബർ ഭേദഗതി നിയമം നിലവിൽ വന്നത്. അതിൽ 14 ചാപ്റ്റേഴ്സും 124 ഭാഗങ്ങളും 2 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? 14 ചാപ്റ്റേഴ്സ്, 124 ഭാഗങ്ങൾ, 2 ഷെഡ്യൂൾസ്, 2 പട്ടികകൾ എന്നിങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യയിൽ സൈബർ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഇന്ത്യയിൽ സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനം എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ സൈബർ നിയമം ഉൾപ്പെടുന്നത് പാർലമെൻറ്റിൻ്റെ ഏത് ലിസ്റ്റിലാണ്? കൺകറൻറ്റ് ലിസ്റ്റിലാണോ, സ്റ്റേറ്റ് ലിസ്റ്റിലാണോ, യൂണിയൻ ലിസ്റ്റിലാണോ? ഇതിലൊന്നുമല്ല. ഏതിലാണ്? അവശിഷ്ട അധികാരങ്ങളിലാണ് കേട്ടോ. കാനഡയിൽ നിന്നാണ് അവശിഷ്ട അധികാരം കടമെടുത്തിട്ടുള്ളത്. അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമം ഉൾപ്പെടുന്നത്. അത് ഓർത്ത് വെക്കണം കേട്ടോ. IT ആക്ട് 2008-ലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത്. സെക്ഷൻ 5 ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ നമ്മൾ സൈനൊക്കെ ചെയ്യുമ്പോൾ ചിലവർ വലിയൊരു S ഒക്കെ ആദ്യം ഇട്ടിട്ടല്ലേ സൈൻ ചെയ്യാറ്. അപ്പോൾ സെക്ഷൻ 5 S പോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാം കേട്ടോ. സിഗ്നേച്ചറുമായി ബന്ധപ്പെട്ടതാണ് സെക്ഷൻ 5. ഡിജിറ്റൽ സിഗ്നേച്ചർ നിയമപരമായി തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 5. ഇനി സെക്ഷൻ 43 എന്താണ്? ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കുണ്ടാവുന്ന കേടുപാടുകളുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 43. 44 ആണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ സോഫ്റ്റ്വെയറുകൾക്കുണ്ടാവുന്ന നാശം. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്കുണ്ടാവുന്ന കേടുപാടാണെങ്കിൽ 43-യും, ഇലക്ട്രോണിക് ഉപകരണങ്ങളിലെ സോഫ്റ്റ്വെയറുകൾക്കുണ്ടാവുന്ന നാശമാണെങ്കിൽ 44-ഉം ആണ്. ഇനി സെക്ഷൻ 48-ലേക്ക് വരാം. എന്താണ്? സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നത്. സൈബർ അപ്പലേറ്റ് ട്രൈബ്യൂണൽ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 48. ഇനി സെക്ഷൻ 61 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സിവിൽ കോടതികൾക്ക് അധികാരമില്ല. സൈബർ കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് സിവിൽ കോടതികൾക്ക് അധികാരമില്ല എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 61. ഇനി സെക്ഷൻ 65-ലേക്ക് വരുമ്പോൾ സൈബർ ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. എന്താണ് സൈബർ ടാമ്പറിങ്? ഒരു വെബ്സൈറ്റിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്ത് തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുന്നതിനെയാണ് സൈബർ ടാമ്പറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശരിയായ രേഖകൾ, ശരിയായ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചേർക്കുമ്പോൾ സൈബർ ടാമ്പറിങ്. ഈ സൈബർ ടാമ്പറിങ്ങുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 65. ഇനി നമുക്ക് സെക്ഷൻ 66 മുതൽ സെക്ഷൻ 66F വരെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഈ ഭാഗത്ത്. അപ്പോൾ സെക്ഷൻ 66 നമ്മൾ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ സെക്ഷൻ 66 ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ്. അപ്പോൾ ഹാക്കിങ്ങിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എന്താണ്? 3 വർഷത്തെ കഠിന തടവോ 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും. ഓക്കെ, ഹാക്കിങ്ങിനുള്ള ശിക്ഷയാണ് 3 വർഷത്തെ കഠിന തടവ്. IT ആക്ട് 2008 അനുസരിച്ചാണ് നമ്മൾ പറയുന്നത്. ഹാക്കിങ്ങിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തെ കഠിന തടവോ 5 ലക്ഷം രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും എന്ന രീതിയിൽ വേണം പഠിക്കാൻ. ഇനി സെക്ഷൻ 66A. ഈ സെക്ഷൻ 66A നീക്കം ചെയ്യാനുണ്ടായത്. എങ്ങനെയാണ് നീക്കം ചെയ്തത്? 2015 മാർച്ച് 24-ലെ സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത സെക്ഷനാണ് ഈ 66A എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടർ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുറ്റകരമായിട്ടുള്ള സന്ദേശങ്ങൾ, ഒഫൻസീവായിട്ടുള്ള മെസ്സേജസ് അയച്ചാലുള്ള ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 66A. പക്ഷേ ഇത് 2015-ലെ സുപ്രീം കോടതി വിധി പ്രകാരം നീക്കം ചെയ്ത IT ആക്ട് ആണെന്ന് ഓർത്തു വെക്കണം. ഇനി അടുത്തത് 66B. എന്താണ് 66Bയിൽ പറയുന്നത്? അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ് 66B. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മോഷ്ടിച്ചാൽ 2008-ലെ IT ആക്ട് അനുസരിച്ച് 3 വർഷം വരെ തടവും അല്ലെങ്കിൽ 1 ലക്ഷം രൂപ പിഴയും, അതല്ലെങ്കിൽ ഇത് രണ്ടും എന്നുള്ളതാണ്
ഈ ഒരു തെറ്റിൻ്റെ തീവ്രത അനുസരിച്ചാണ് ഇതിൻ്റെ ശിക്ഷ പറയുന്നത്. ശിക്ഷ 3 വർഷം തടവ് അല്ലെങ്കിൽ 1,00,000 രൂപ പിഴ, അതും അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒന്നിച്ച്. അപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണവുമായി ബന്ധപ്പെട്ടതാണ് 66B. 66 എന്തായിരുന്നു? ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ടതാ. 66A ഒഴിവാക്കി അല്ലെ, നീക്കം ചെയ്തു. അത് എന്തുമായി ബന്ധപ്പെട്ടിരുന്നതാ? സോഷ്യൽ മീഡിയയിലൂടെ ഒഫൻസീവ് മെസ്സേജസ് സെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതായിരുന്നു. 66B ആണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണവുമായി ബന്ധപ്പെട്ടത്. ഇനി 66C എന്ന് പറയുമ്പോൾ ഐഡൻറ്റിറ്റി തെഫ്റ്റുമായി ബന്ധപ്പെട്ടതാ. എന്ന് വെച്ചാൽ ഒരു വ്യക്തിയുടെ വിവരമോഷണം, ആ വ്യക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരമോഷണത്തിനുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 66C. ഓക്കെ, 66C. ഇനി സെക്ഷൻ 66D എന്ന് പറയുന്നത് ആൾമാറാട്ടം നടത്തുന്നതാണ്. ആൾമാറാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് 66D. അതായത് ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ 66D പ്രകാരം കുറ്റകരമാണ്. നമുക്കറിയോ അത്? നമുക്കൊക്കെ എത്ര ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതുവരെ കുറ്റകരമായിട്ടുള്ള കാര്യമാണ്. സെക്ഷൻ 66D പ്രകാരമാണ് ആൾമാറാട്ടം നടത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. അടുത്തത് 66E, വയലേഷൻ ഓഫ് പ്രൈവസി. വയലേഷൻ ഓഫ് പ്രൈവസി ആണ് സെക്ഷൻ 66E. അതിനുള്ള ശിക്ഷ 3 വർഷം തടവ് അല്ലെങ്കിൽ 2,00,000 പിഴ അല്ലെങ്കിൽ ഇവ രണ്ടും. 66F, സൈബർ ഭീകരവാദവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 66F. അതിനുള്ള ശിക്ഷ ആജീവനാന്ത തടവ് ശിക്ഷയാണ്. ആജീവനാന്ത തടവ് ശിക്ഷ 66F, സൈബർ ഭീകരവാദം. ഇനി സെക്ഷൻ 67ലേക്ക് വരാം. തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സെക്ഷൻ 67. 67A ആണെങ്കിൽ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് 67A. 67A അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനവും പ്രചരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെക്ഷനാണ്. ഇനി സെക്ഷൻ 67B ആണ്. എന്താണ്? കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം, പ്രചരണം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ 67 എന്ന് പറയുമ്പോൾ തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തുന്നതിന്, 67A എന്ന് പറയുമ്പോൾ പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്, 67B എന്ന് പറയുമ്പോൾ ചൈൽഡ് പോണോഗ്രഫിയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ന് ഓർത്ത് വയ്ക്കുക. സൈബർ ക്രൈംസും സൈബർ ലോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി എത്തിക്കുക. അഭിപ്രായങ്ങൾ കമൻസിൻ്റെ രൂപത്തിൽ രേഖപ്പെടുത്തുക. Thank you all. Have a nice day.